ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഏതായാലും പൊതുഭരണത്തിൻ്റെ ചർച്ചയിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അവസാനം സംസ്ഥാനത്തിൻ്റെ പൊതുഭരണവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. അദ്ദേഹം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികളിൽ പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങൾക്കാണ് ചർച്ചയിൽ മുൻതൂക്കം ഉണ്ടായത്. ഏതായാലും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ തുടക്കമാകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനം ഭരണ നിർവഹണ കാര്യങ്ങളിലും പൊതുവെയുള്ള പ്രശ്നങ്ങളിലും രാജ്യത്ത് തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നിയമന കാര്യങ്ങളെടുത്താൽ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം നിയമനം നടത്തുന്നത്. 2021 മെയ് 21 മുതൽ 31/5/2024 വരെ വിവിധ തസ്തികകളുടെ നിയമനത്തിനായി 2808 റാങ്ക് ലിസ്റ്റുകളാണ് PSC പ്രസിദ്ധീകരിച്ചത്. ഈ കാലയളവിൽ 88,852 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ 1,61,268 പേർക്ക് നിയമന ശുപാർശ നൽകിയിരുന്നു. അപ്പോൾ 2016 മെയ് മാസം മുതൽ ഇതേവരെയുള്ള നിയമന ശുപാർശ നോക്കിയാൽ 2,50,120. ഇപ്പോൾ ഒരു വാർഷിക കലണ്ടർ തയ്യാറാക്കി പരീക്ഷകളുടെ വിജ്ഞാപനവും തുടർ നടപടികളും സമയബന്ധിതമായി നടപ്പാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യാനുള്ള ഓൺലൈൻ സംവിധാനവും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. സർ, നാം നമ്മുടെ സംസ്ഥാനത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ KDISC രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. സർ, ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതുവഴി 1,10,000 ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടുണ്ട്. പൊതുഭരണരംഗത്ത് സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയിലെല്ലാം ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ കൃത്യമായിട്ട് നൽകുന്നതിനായി ഓൺലൈനായി അവ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാർ അധികാരികളെ നേരിട്ട് സമീപിക്കാതെ തന്നെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫയൽ നീക്കം വേഗത്തിലാക്കുന്നതിന് നടപ്പാക്കിയ ഓഫീസ് സംവിധാനം സെക്രട്ടേറിയറ്റിന് പുറമെ വകുപ്പ് മേധാവികളുടെയും ജില്ലാ മേധാവികളുടെ ഓഫീസുകളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഭരണനിർവഹണം വേഗത്തിൽ തന്നെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കാൻ വേണ്ടി സ്വീകരിച്ച നടപടികളാണ്. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ജനുവരി 1 മുതൽ നടപ്പാക്കിയ K-സ്മാർട്ട് പദ്ധതി, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനിലൂടെ അതിവേഗതയിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നവംബർ 1 മുതൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 941 പഞ്ചായത്തുകളിലും കൂടി K-സ്മാർട്ട് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാളിതുവരെ എടുത്താൽ 14 ലക്ഷത്തോളം അപേക്ഷയാണ് ലഭിച്ചത്. K-സ്മാർട്ട് വഴി 10 ലക്ഷത്തോളം അപേക്ഷകൾ
തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള നമ്മുടെ സഹോദരങ്ങൾ നല്ലൊരു ഭാഗം പ്രവാസികളായി ജീവിതം നയിക്കുന്നവരാണ്. ആ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോ കേരള സഭയ്ക്ക് നമ്മൾ രൂപം നൽകിയത്. അതിപ്പോൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള മലയാളികളുടെ ക്രിയാത്മകമായ ഒരു കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജൂൺ 13 മുതൽ 15 വരെ 4ാം ലോക കേരള സഭ ഈ നിയമസഭയിൽ താഴെ നടക്കാൻ പോവുകയാണ്. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഫലപ്രദമായ മലയാളികളുടെ, ലോകത്തിലാകെയുള്ള മലയാളികളുടെ ഒരു ക്രിയാത്മകമായ കൂട്ടായ്മയായി മാറുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. സർ, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണത്തിൽ വൻ വേഗതയിൽ നമ്മുടെ സംസ്ഥാനത്ത് കുറവ് വരുന്നത്. അതിന് ബോധപൂർവം സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളാണ് ഇടയാക്കുന്നത്. നേരത്തെ ഈ സഭയിൽ തന്നെ വ്യക്തമാക്കിയതാണ്, 64,006 കുടുംബങ്ങളിൽപ്പെട്ട 1,03,099 വ്യക്തികളാണ് അതിദാരിദ്ര്യമുള്ളവരായി നമ്മുടെ സംസ്ഥാനത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്താകെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി 30,923 കുടുംബങ്ങൾ, 64,006 കുടുംബങ്ങളിൽ 30,923 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2025 നവംബർ 1 നമ്മുടെ സംസ്ഥാനത്തെ പൂർണ്ണമായും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയും. ഈ 64,000-ൽ 30,000 കഴിഞ്ഞ് ബാക്കിയുള്ള 34,000 ഈ വർഷം നല്ലൊരു ഭാഗം അതിൽ തീരും. അടുത്ത വർഷമാണ് നമ്മൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കണക്കാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു ലക്ഷ്യമായിരിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു കാര്യമായിരിക്കും. നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഇപ്പോൾ ഇത്തരമൊരു പരിപാടി ആലോചിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതും നാം കാണേണ്ടതാണ്. സർ, അതേപോലെ തന്നെ അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ നമ്മുടെ ലൈഫ് പദ്ധതിയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നത് 2,62,131 വീടുകളാണ്. ഇപ്പോൾ 1,41,680 കൂടി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2016 ശേഷം ഈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 4,04,278 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1,02,780 വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ച് വരികയാണ്. സർ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്ന വീടുകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇതുകൂടാതെ ഭൂരഹിത ഭവൻരഹിതരുടെ പുനരധിവാസത്തിനായി വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയും ഫ്ലാറ്റുകളുടെ നിർമ്മാണവും പുരോഗമിച്ച് വരുന്നുണ്ട്. ഫ്ലാറ്റുകളിൽ 6 എണ്ണത്തിൻ്റെ നിർമ്മാണം ഇതിനകം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വീട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം, അതാണ് മനസ്സോട് ഇത്തിരി മണ്ണ് എന്നൊരു പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. അത് കൂടുതൽ നല്ല രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കണമെന്നും അതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്നത്ര ഭൂമി ഈ പദ്ധതിക്കായി സമാഹരിക്കാൻ പറ്റണമെന്നും സർക്കാർ കണ്ടിട്ടുണ്ട്. അതും നല്ല രീതിയിൽ ആരംഭിക്കാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനു പുറമെയാണ് നമ്മുടെ തീരദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, അവരുടെ പുനർഗേഹം പദ്ധതി, അതിൽ 2246 കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 390 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റുകളും നിർമ്മിച്ച് കൈമാറിയിട്ടുണ്ട്. 752 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെയും 1112 കുടുംബങ്ങൾക്കുള്ള ഫ്ലാറ്റുകളുടെയും നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇതൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തന്നെയാണ് സർക്കാർ നടപടികളെടുത്തു വരുന്നത്. സർ, നമ്മുടെ സംസ്ഥാനം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ IT മേഖലയിലും സ്റ്റാർട്ടപ്പുകളിൽ പ്രത്യേകിച്ചും നല്ല പുരോഗതിയാണ് ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2016 ശേഷമുള്ള സ്ഥിതി എടുത്താൽ 5443 സ്റ്റാർട്ടപ്പുകൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 2662 എണ്ണം കഴിഞ്ഞ 2 വർഷ കാലയളവിൽ പ്രവർത്തനം ആരംഭിച്ചവയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ, അതായത് 2016 വരെ 300 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നത്. 2016 ശേഷം സ്റ്റാർട്ടപ്പുകളിൽ 5600 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ നിക്ഷേപം 1200 കോടി രൂപയാണ്. 2016 വരെ 207 കോടി മാത്രമായിരുന്നു നിക്ഷേപം. ഈ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. സർ, ടെക്നോ പാർക്കിൽ 2016 ശേഷമുള്ള കണക്കെടുത്താൽ 490 പുതിയ കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 75,000 തൊഴിലവസരങ്ങൾ ഈ 2016 ശേഷം ഇവിടെ പുതുതായി സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ 2016 ശേഷം 583 പുതിയ കമ്പനികളാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെയും 70,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മാറ്റമാണ് പൊതുവെ IT രംഗത്ത് ഉണ്ടാകുന്നത്. സൈബർ പാർക്കിൽ 2016 ശേഷം 83 പുതിയ കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു. 2200 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഇതിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നിപ്പ, കോവിഡ്, സിക്ക, ചിക്കൻ ഗുനിയ തുടങ്ങി 80-ലേറെ വൈറസുകളെ പരിശോധനയുടെ കണ്ടെത്തുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. രോഗപ്രതിരോധത്തിനോടൊപ്പം വാക്സിൻ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾക്കും ഇവിടെ സൗകര്യമൊരുക്കും. അതോടൊപ്പം തന്നെ മൈക്രോബയോം ഗവേഷണത്തിനായി സംസ്ഥാനത്ത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരേ പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഇവയുടെ സൂക്ഷ്മാണു വ്യവസ്ഥയെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഇതിലൂടെ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
സർ, അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നതിന് ആരംഭിച്ച കെ ഫോൺ പദ്ധതി ഇതുവരെ 10,080 വീടുകൾക്കുള്ള വാണിജ്യ കണക്ഷനുകൾ ഉൾപ്പെടെ 15,753 21,506 സർക്കാർ ഓഫീസ് ഉൾപ്പെടെ 37,259 കണക്ഷനുകളും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 5,856 കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഗളി, അട്ടപ്പാടി, കോട്ടൂർ തുടങ്ങിയ ആദിവാസി ഊരുകളിലും കെ ഫോൺ സേവനം ഇപ്പോൾ ലഭ്യമാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുതിയ കണക്ഷനുകളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിന് എൻ്റെ കെ ഫോൺ എന്ന മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. സിംഗപ്പൂർ കേന്ദ്രമായുള്ള ഏഷ്യൻ ടെലികോമിൻ്റെ 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ ഇൻ ഇന്ത്യ പുരസ്കാരം ഇക്കൊല്ലം കെ ഫോണിനാണ് ലഭിച്ചത്. സർ, പൊതുജനാരോഗ്യ രംഗത്ത് ആർദ്രം മിഷൻ്റെ ഭാഗമായി താലൂക്ക് തലം വരെയുള്ള ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ജില്ലാതല ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനുള്ള നടപടികൾ തുറന്നു വരികയാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ 1005 അധിക തസ്തികകൾ നേരത്തെ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ 42,50,000 വരുന്ന കുടുംബങ്ങളിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകി വരുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ദേശീയ പുരസ്കാരങ്ങളാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിന് ലഭിച്ചിട്ടുള്ളത്. സർ, മലയോര തീരദേശ ഹൈവേകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ്. ദേശീയപാത വികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ 4 റീച്ചുകൾ പൂർത്തീകരിച്ചു. മറ്റ് റീച്ചുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കലിന് 25% സാമ്പത്തിക വിഹിതം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നൽകിയ കാര്യം നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നീളുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണം 793 കിലോമീറ്റർ ദീർഘമുള്ള ഹൈവേയാണിത്. 149 കിലോമീറ്റർ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയായി. 297 കിലോമീറ്റർ റോഡാണ് പ്രവൃത്തി നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. തീരദേശ ഹൈവേയുടെ കാര്യത്തിൽ 474 കിലോമീറ്റർ ദൈർഘ്യമാണിതിന്. സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ തുറന്നു വരികയാണ്. പുനരധിവാസ പാക്കേജിന് 194 കോടി രൂപയുടെ ധനാനുമതി ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം ഡിസംബറോടെ 150 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട് തുരങ്കപാത. ആ തുരങ്കപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി അവസാന ഘട്ടത്തിലാണ്. 1ാം ഘട്ടത്തിന് വനം മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയായി ടെൻഡർ നടപടികൾ ഉടനെ പൂർത്തിയാക്കാനാകും. കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള പശ്ചിമതീര കനാലിൻ്റെ വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ നടന്നു വരികയാണ്. 36 ബോട്ട് ജെട്ടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 2 പാലങ്ങളുടെയും 1 ലോക്കിൻ്റെയും നിർമ്മാണവും 5 റീച്ചുകളിലായി നടന്നു വരുന്ന വടകര മാഹി കനാലിൻ്റെ 3 റീച്ചുകളിലെ പ്രവൃത്തികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതിയുടെ വിശദ വിവരങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് അത് മുഴുവൻ
ഇവിടെ ആവർത്തിക്കുന്നില്ല. എറണാകുളം ജില്ലയിലെ ഗതാഗത സൗകര്യവും ടൂറിസവും മെച്ചപ്പെടുത്തുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി, ഈ പദ്ധതിയുടെ 10 ടെർമിനലുകൾ പ്രവർത്തിച്ചു വരികയാണ്. 4 ടെർമിനലുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 24 ടെർമിനലുകളുടെ നിർമ്മാണത്തിനായുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. നിലവിൽ 7 ബോട്ടുകൾ സർവീസ് നടത്തി വരുന്നു. കൊച്ചി മെട്രോ ഫേസ് 1-ൻ്റെ അവസാന ഘട്ടമായ SN ജംഗ്ഷൻ തൃപ്പൂണിത്തുറ സ്ട്രെച്ച് പൂർത്തിയാക്കി സർവീസ് ആരംഭിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള 2ാം ഘട്ടത്തിൻ്റെ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രശ്നങ്ങൾ രാവിലെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഇതിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ട്രയൽ പുരോഗമിക്കുകയാണ്. തുറമുഖത്തിൻ്റെ 1ാം ഘട്ടം 2024 സെപ്റ്റംബറോടെ പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 3050 മീറ്റർ ബ്രേക്ക് വാട്ടർ നിർമ്മാണമാണ് പൂർത്തിയാക്കേണ്ടത്. ഇതിൽ 2975 മീറ്റർ പൂർണ്ണമായും പൂർത്തിയാക്കാൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കേണ്ട 800 മീറ്റർ ബർത്ത്, അതിൽ 760 മീറ്റർ ബർത്ത് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, ഹരിത കേരളം മിഷൻ്റെ പ്രവർത്തനം വളരെ നല്ല നിലക്ക് കേരളീയ സമൂഹം തന്നെ ഏറ്റെടുത്ത് നേരത്തെ നടത്തിയതാണ്. ഈ പ്രവർത്തനത്തിലൂടെ ഇതുവരെ 30,953 കിലോമീറ്റർ നീർച്ചാലുകളും 3234 കുളങ്ങളും പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4844 കുളങ്ങളാണ് പുതുതായി നിർമ്മിച്ചത്. 16,815 തടയണകൾ നിർമ്മിച്ചു. മാലിന്യ സംസ്കരണത്തിന് ഹരിതകർമ്മസേനയുടെ സേവനം സംസ്ഥാന വ്യാപകമാക്കി. യാത്രക്കാരുടെ സൗകര്യത്തിനായി ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റുകൾ 1013 സ്ഥാപിക്കുകയുണ്ടായി. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിൻ്റെ ഭാഗമായുള്ള 2950 പച്ചത്തുരുത്തുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ, വേഗതയിൽ, കൂടുതൽ ജനപങ്കാളിത്തത്തോടെ തുടരേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. സർ, അതേപോലെ തന്നെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന കർമ്മ പരിപ്രേക്ഷ്യം കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ കാർബൺ ന്യൂട്രൽ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം നിർണ്ണയിക്കൽ പൂർത്തിയാക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും പ്രസ്തുത വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെബ് പോർട്ടലും തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പരിസ്ഥിതി സംവേദ പ്രദേശങ്ങളുടെ പുനർനിർണയിച്ച കരട് നിർദ്ദേശം കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. 2019 കേരള തീരദേശ പരിപാലന പ്ലാൻ നോട്ടിഫിക്കേഷൻ 2024 തന്നെ നിലവിൽ വരുന്ന രീതിയിൽ ആയതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് അയച്ചിട്ടുള്ളതും ആയത് NCSCM ചെന്നൈയുടെ പരിഗണനയിലുമാണ്. കേരളത്തിലെ 10 തീരദേശ ജില്ലകളിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ സേവനം ലഭ്യമാകുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന വെല്ലുവിളികളുണ്ട്. അത് കണക്കിലെടുത്ത് കാലാവസ്ഥാ വ്യതിയാന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാനം കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന്, ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഹരിത തൊഴിലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിനെല്ലാമുള്ള കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ രംഗത്തൊരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. സർ, നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ രംഗത്ത് സുപ്രധാനമായ പങ്കാണ് സപ്ലൈകോ വഹിച്ചു വരുന്നത്. ആ സപ്ലൈകോയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. സർക്കാർ അതിനാവശ്യമായ ഫണ്ട് നൽകുന്ന നടപടി തന്നെയാണ് സ്വീകരിക്കുന്നത്. സബ്സിഡി ഇനത്തിൽ സപ്ലൈകോയ്ക്ക് 232 കോടി രൂപ നൽകിയിട്ടുണ്ട്.
ഇതേവരെ 575 കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. സർ, അതേപോലെ തന്നെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഇനം അരി വിതരണം ചെയ്യുക എന്ന പദ്ധതിയാണ് കെ-റൈസ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. ഇതിൻ്റെ ഭാഗമായി 41-42 രൂപ നിരക്കിൽ പൊതുവിപണിയിൽ നിന്നും അരി സംഭരിച്ച് 12 രൂപയുടെ ബാധ്യത സപ്ലൈകോ ഏറ്റെടുത്താണ് കെ-റൈസ് വിതരണം പുരോഗമിക്കുന്നത്. സർ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നുള്ള സംവിധാനമാണ് 2016 അധികാരത്തിൽ വന്ന സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി അതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ടായി. ആ ശ്രമങ്ങളുടെ ഇടയിലും അതിൻ്റെ ഫലമായി ഉണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ഒരു ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഈ ക്ഷേമ പെൻഷൻ ലഭിക്കേണ്ട മുഴുവൻ ആളുകൾക്കും മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ സർക്കാർ ഈ സാമ്പത്തിക പ്രയാസത്തിനടക്കം ആലോചിക്കുന്ന കാര്യം കുറച്ചൊരു കുടിശ്ശിക അവർക്കുണ്ട്. ആ കുടിശ്ശികയും കൊടുത്തു തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ആ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത് തന്നെയാണ്. ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയ ശേഷവും കേരളത്തിൽ പഞ്ചവത്സര പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നുണ്ട്. 2023-24 സാമ്പത്തിക വർഷം അസാധാരണ സാമ്പത്തിക ഞെരുക്കമാണ് നമ്മുടെ സംസ്ഥാനം നേരിട്ടത്. അതിനിടയിലും പദ്ധതി അടങ്കലിൻ്റെ 81.66% ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് ഒരു നേട്ടമായി തന്നെ നാം കാണേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക രംഗത്ത് നല്ല പുരോഗതി ഈ ഘട്ടത്തിൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതുതായി ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതി ഇപ്പോൾ 2024 മെയ് വരെ എടുത്താൽ 2,36,344 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ വിപണിയിലെത്തിക്കുന്നതിന് കേരള ഗ്രോ എന്നൊരു ബ്രാൻഡ് രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നാളികേരത്തിൻ്റെ വിലയിടിവ് തടയാൻ കിലോയ്ക്ക് 34 രൂപയ്ക്ക് 17,026 ടൺ പച്ചത്തേങ്ങ സംഭരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാളികേരത്തിൻ്റെ ഉൽപ്പാദന വർധനവിനായി 232 കേര ഗ്രാമങ്ങൾ ആരംഭിക്കാനും കഴിഞ്ഞു. കർഷകർക്ക് സ്മാർട്ട് ID കാർഡുകൾ ലഭ്യമാക്കാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കർഷകരിപ്പോൾ നേരിട്ട ദുരന്തമുണ്ട്. ആ ദുരന്തത്തിന് ആവശ്യമായ സഹായം കൊടും വരൾച്ചയുടെ ഭാഗമായിട്ട് ഏലം കൃഷിക്കും മറ്റുമുണ്ടായ ദുരന്തങ്ങൾ, അതിൻ്റെ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭ്യമാകേണ്ടതാണ്. കേന്ദ്രത്തോട് അതിനാവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ ഈ പ്രയാസത്തിനടക്കം എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പ്രത്യേകം ആലോചിക്കുന്നുണ്ട്. റബ്ബർ മേഖലയിൽ സംസ്ഥാനം ഇതിനകം തന്നെ സ്വീകരിച്ച നടപടി എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഒരു വർഷം 1 ലക്ഷം സംരംഭം എന്ന പദ്ധതി വ്യാവസായിക മേഖലയിൽ ആരംഭിച്ചപ്പോൾ 2022 ഏപ്രിൽ 1 മുതൽ ഇതുവരെ 2,50,029 പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 15,964 കോടി രൂപയുടെ നിക്ഷേപവും 5,32,089 പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. 20 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ സുതാര്യമാക്കുന്നതിന് കേരള സ്റ്റേറ്റ് പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് വഴി കൂടുതൽ വ്യവസായങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപ്പാദനം അത് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ആ ഒരു ലക്ഷ്യത്തോടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പാലുൽപാദനം
സ്വയം പര്യാപ്തതയുടെ അടുത്തെത്തി നിൽക്കുകയാണ്. നമ്മുടെ ഭൂമി കൈവശമുണ്ട്, എന്നാൽ അവകാശം കിട്ടിയില്ല. അവർക്ക് പട്ടയം ലഭ്യമാക്കൽ, ഇതിനകം 3 ലക്ഷത്തിലധികം പട്ടയങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ബാക്കി പട്ടയങ്ങളും സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിവേഗതയിൽ പരിഹരിക്കുന്നതിനുള്ള നടപടികളും റവന്യൂ വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. ഇങ്ങനെ നോക്കിയാൽ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മികവാർന്നതാണെന്ന് കാണാൻ സാധിക്കും. ഓരോന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഇവിടെ ചർച്ച ചെയ്ത മറ്റൊരു ഭാഗം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വലിയ തോതിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. (2024) തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് സ്വാഭാവികമായും അല്പം ആവേശം കൂടുതലായി അപ്പുറത്തുണ്ടാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ കൃത്യമായി പരിശോധിച്ചാൽ ഇവിടെ പ്രകടിപ്പിച്ച രീതിയിലുള്ള ആവേശമാണോ ഉണ്ടാവുക എന്നത് നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നോക്കാം. ഇപ്പോൾ നേരത്തെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഈ സഭയിൽ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ടായിരുന്നു. അത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ചു നിന്നുള്ളൊരു പോരാട്ടം, ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ വെച്ചുകൊണ്ടുള്ള യോജിപ്പ്, ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി ഫലപ്രദമായി നിർണ്ണയിക്കുക എന്നായിരുന്നു. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായി നടന്ന പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകമായി അപ്രമാദിത്വം അവകാശപ്പെടാൻ കഴിയില്ല. ഇവിടെ നാം കാണേണ്ടത് എല്ലാവരും കൂടിയുള്ള ഒരു യോജിച്ച പോരാട്ടം നടക്കുമ്പോഴാണ് അതിന് ഫലമുണ്ടാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലോക്സഭയിൽ 80 MP തിരഞ്ഞെടുത്ത് അയക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ BJPക്കെതിരായ പോരാട്ടത്തിൻ്റെ നേതൃസ്ഥാനം സമാജ്വാദി പാർട്ടിക്കായിരുന്നു. മഹാരാഷ്ട്രയിൽ, ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്രയാണ് ഏറ്റവും നല്ല ഫലം സൃഷ്ടിച്ചൊരു സംസ്ഥാനം. അവിടെ ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയും ശരത് പവാർ നയിക്കുന്ന NCPയുമാണ് ഗണ്യമായ പങ്കുവഹിച്ചത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സാണ്, ബീഹാറിൽ RJD ആണ്, തമിഴ്നാട്ടിൽ DMK ആണ്. ഇവരെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് അപ്പുറത്ത് വലിയ തോതിൽ ആവേശപൂർവ്വം ഉന്നയിക്കുന്നതായിട്ട് കണ്ടത്. ആ പാർലമെൻ്ററി സാന്നിധ്യം എത്രയായാലും ഇവിടെ രാജ്യത്ത് BJPയും സംഘപരിവാർ ശക്തികളും മുഖ്യ ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ് എന്നത് മറക്കേണ്ട. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വേരറുക്കാനും നമ്മുടെ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്താനും സംഘപരിവാർ നടന്ന ശ്രമങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അവർ ജന്മം കൊണ്ട നാൾ മുതൽ തുടങ്ങിയതാണ്. ഈ വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലായാലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലായാലും ഇടതുപക്ഷം പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക, ഇതാണ് പ്രധാനമായ മുദ്രാവാക്യമായി ഉയർന്നത്. അതുതന്നെയാണ് കേരളത്തിലും ഞങ്ങൾ സ്വീകരിച്ചത്. നമ്മുടെ രാജ്യത്തെ ഹിന്ദുത്വ വർഗീയ ശക്തികളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളും മണ്ണിൽ പണിയെടുക്കുന്നവരും തൊഴിലാളികളും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും ഇടത്തരക്കാരും നേരിടുന്ന ഭീഷണിയും അവഗണനയും അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചത്. സർ, ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അത്യന്തം വിവേചനപരമായ ഇടപെടൽ നാം പൊതുവേ കണ്ടതാണ്. ഇടതുപക്ഷം ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിച്ച നിലയെന്താ? ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ED നീക്കങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നതിൽ ഇടതുപക്ഷവും ഉണ്ടായിരുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രതികാരദാഹത്തിനിരയായി ജയിലിലടക്കപ്പെട്ടു. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് അതിനെതിരെ പ്രതികരിച്ചത്. സർ, പക്ഷേ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടായത് ഓർക്കേണ്ടതല്ലേ? കേരളത്തിൽ ഞങ്ങൾക്കെതിരെ ആക്രമണങ്ങളും വ്യാജ നിർമ്മിതികളും ഉണ്ടാകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എവിടെയാണ് നിന്നത്? മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ വാളയാർ ചുരത്തിനിപ്പുറം കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നതെല്ലാം ശരി, അതിനപ്പുറം അവർ ചെയ്യുന്നതെല്ലാം തെറ്റ്. ഈ ഇരട്ടത്താപ്പല്ലേ കാണിച്ചത്? ആ ഇരട്ടത്താപ്പ് ഞങ്ങൾക്കൊരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത് എന്ന് പ്രതിപക്ഷമാണ് ആലോചിക്കേണ്ടത്. സർ, ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ അതിശക്തമായി പങ്കെടുത്തത്. അങ്ങനെ ആ പോരാട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം ഞങ്ങൾക്ക് BJPയുമായി അന്തർധാരയുണ്ട് എന്ന ആക്ഷേപവുമായി മുന്നോട്ട് വരാനാണ് തയ്യാറായത്. ഇപ്പോഴും ആ തരത്തിലുള്ള ചില പരാമർശങ്ങൾ കേൾക്കാൻ നമുക്ക് സാധിച്ചു. സർ, ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവോ അല്ല ചോദിച്ചത്. രാജ്യത്തെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണല്ലോ ഇവിടെ വന്ന് ചോദിച്ചത്. സർ, ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും ചെളിവാരി എറിയലും നിരന്തരം നടന്നുവെന്നല്ലാതെ ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരാരോപണം തെളിവോടുകൂടി ഉന്നയിക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിയാത്ത പ്രതിപക്ഷം നിർണായകമായ തെരഞ്ഞെടുപ്പ് വേളയിൽ BJPക്ക് അഖിലേന്ത്യാ തലത്തിൽ പ്രതിപക്ഷ നിരക്കെതിരെ പ്രചരണം നടത്താൻ ആയുധം എറിഞ്ഞു കൊടുക്കുന്ന നിലയല്ലേ സ്വീകരിച്ചത്? സർ, BJPയുടെ നേതാക്കളും ശ്രീ രാഹുൽ ഗാന്ധിയും ഒരേ ഭാഷയിൽ ഒരേ വികാരത്തോടെ ഞങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് വേളയിൽ മറുപടി പറയുന്നത് സ്വാഭാവികമല്ലേ? നിങ്ങൾ സൃഷ്ടിച്ച പ്രകോപനമാണ് BJP രാജ്യവ്യാപകമായി പ്രചരണത്തിനായി ഏറ്റെടുത്തത് എന്നത് മറക്കേണ്ടതില്ല. വർഗീയതയുടെ വിഷസർപ്പം ഫണം വിടർത്തി ആടുമ്പോൾ അതിൻ്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നുകൊണ്ട്
അതിനെ എതിർക്കുക എന്നതല്ലേ സാധാരണ നിലക്ക് ചെയ്യേണ്ടത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ ഇവിടെ വന്ന് ഇടതുപക്ഷത്തോട് പോരടിക്കുന്നതിൻ്റെ യുക്തിയെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഉയർത്തിയ ആ ചോദ്യത്തിൽ യുക്തിയും ന്യായവും ഉണ്ടെന്ന് കണ്ടപ്പോൾ ഒടുവിൽ അവർക്ക് തന്നെ അത് അംഗീകരിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. സർ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുകയാണ്. സംഘപരിവാർ ശക്തികൾ ഭരണഘടനയെ അട്ടിമറിക്കാൻ പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഏതു വിധത്തിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെങ്കിൽ ഒരാൾ എന്തിനാണ് ആ BJPക്ക് ഒരാളെ അധികം നൽകുന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചത്? ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യായ വ്യക്തി നമ്മുടെ നാട്ടുകാരനാണല്ലോ. അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹത്തെയാണ് കേരളത്തിലൊരു മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അയച്ചത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇതിൻ്റെ ഫലമായി ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കാൻ BJPക്ക് അവസരം നൽകുകയാണ്. ഇതിനെല്ലാം സ്വാഭാവികമായും വിശദീകരണം നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. ഇപ്പോൾ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് 18 സീറ്റാണ് ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ആ ഉപദേശം ഞങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു? ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ആ ഉപദേശം നൽകുന്നത് കൂടുതൽ ഉചിതമാകില്ലേ? 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 40 സീറ്റ് നേടി അധികാരത്തിൽ വന്ന കോൺഗ്രസ്സിന് 2 വർഷം കഴിഞ്ഞ് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ലഭിച്ചില്ല. ഉപദേശം അവിടെ കൊടുക്കാമായിരുന്നില്ലേ? സർ, നമ്മുടെ തൊട്ട് കിടക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക. നല്ല ജൈവബന്ധം ഇവിടെയുള്ള ഒരു സംസ്ഥാനമാണല്ലോ അത്. അവിടെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ആകെ 224 135 സീറ്റ് കോൺഗ്രസ് നേടി ഒറ്റക്ക് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ 23 തെരഞ്ഞെടുപ്പിലാണ് ഈ വലിയ ഭൂരിപക്ഷം. 24 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 28 സീറ്റിൽ 19 സീറ്റും BJPയും സഖ്യകക്ഷികളും നേടുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യക്കും ഈ ഉപദേശം നിങ്ങൾ നൽകുമോ? സർ, തെലങ്കാനയിൽ 6 മാസം മുൻപാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 119 നിയമസഭാ സീറ്റിൽ 64 സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളില്ലാതെ തന്നെ ആകെയുള്ള 17 സീറ്റിൽ BJPക്ക് 8 സീറ്റുകൾ ലഭിച്ചു. അവിടെയും ഈ ഉപദേശം നൽകേണ്ടി വരുമോ? അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ BJPയുമായി കോൺഗ്രസ്സിന് അന്തർധാരയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
ഇപ്പം നമ്മുടെ രാജ്യത്തെ സമ്മതിദായകർ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപോലെയാണോ സമ്മതിദാനാവകാശം ഉപയോഗിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമുണ്ട്, സംസ്ഥാനത്തിൻ്റെ ചരിത്രമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ സമ്മതിദാന അവകാശം ആ കാര്യത്തിൽ കാണിച്ച സമ്മതിദായകരുടെ വിവേചന ബുദ്ധി കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. 1980 ജനുവരി മാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തമിഴ്നാട്ടിൽ ഭരണകക്ഷി AIADMK ആയിരുന്നു. അവർക്ക് വലിയ പരാജയമാണ് ഉണ്ടായത്. ആകെ 39 സീറ്റ്, ഒരു സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ മറ്റു ചില സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം കാരണമാക്കി കാണിച്ചുകൊണ്ട് MGRന്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരിനെ പിരിച്ചുവിട്ടു. 6 മാസത്തിനുള്ളിൽ 1980 ജൂണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട MGRന്റെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ അണ്ണാ DMK വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. മറ്റൊരു ഉദാഹരണം കർണാടകത്തിൻ്റെ തന്നെയാണ്. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിരുന്ന ജനതാ പാർട്ടി വലിയ പരാജയം ഏറ്റുവാങ്ങി. സ്വന്തമായി ഭൂരിപക്ഷമില്ലായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെ രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർക്ക് ശുപാർശ ചെയ്തു. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ 135 സീറ്റുകൾ നേടി ഒറ്റക്ക് ഭൂരിപക്ഷം രാമകൃഷ്ണ ഹെഗ്ഡെയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി നേടി അധികാരത്തിൽ വന്നു. സർ, കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്ന് നാം ഓർക്കണം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരായതുകൊണ്ട് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 12 സീറ്റുകളാണ് ലഭിച്ചത്. 2011 72 സീറ്റുകൾ മാത്രം ലഭിച്ച UDFന് അതിലേറെ നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം 2014 ലോക്സഭാ സീറ്റുകളിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാലുണ്ടായി. പക്ഷേ തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പിന്നെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ വിജയം UDFന് നിലനിർത്താൻ കഴിഞ്ഞോ? UDFന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൻ്റെ ആവർത്തനം 2019 ഉണ്ടായില്ലേ? 2019 നല്ല വിജയം, അതെല്ലാവർക്കും നല്ല പച്ചയായ ഓർമ്മയുള്ളതല്ലേ, ഞാനതിൻ്റെ കണക്കൊന്നും പറയണ്ടല്ലോ. നല്ല വിജയം UDF നേടിയല്ലോ. പക്ഷേ അതിനുശേഷമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പണ്ട് AK ആൻ്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് 2004 അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസ്സിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം സ്വാഭാവികമായും നിങ്ങൾക്കത് ഉന്നയിക്കാൻ അവകാശമുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്കെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു. ആ ജനവിധി സംസ്ഥാന ഭരണത്തിനെതിരായ വിധിയാണ് എന്നതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ഇവിടെ
തെരഞ്ഞെടുപ്പ് രംഗത്ത് നാം ഓർക്കേണ്ടത് നമ്മുടെ രാജ്യം നേരിട്ടൊരു പ്രശ്നമുണ്ട്. രാജ്യത്ത് ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്ത് BJP ഉണ്ടാക്കിയ ഭീതിജനകമായ അന്തരീക്ഷം, അതിൻ്റെ ഫലമായി ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതിനപ്പുറം BJP അധികാരത്തിൽ നിന്ന് പോകണം, മോദി എങ്ങനെയും അധികാരത്തിൽ നിന്ന് ഒഴിയണം, ഈ വികാരം തീവ്രമായിട്ടുള്ളതാണ്. കാരണം അവരുടെ ജീവൽ പ്രശ്നമാണ്, ഇവിടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമാണ്. അവർക്ക് ഇടതുപക്ഷത്തോടൊരു വിരോധമില്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായി അവരിവിടെ ഒരു നിലപാട് സ്വീകരിക്കുകയല്ല. അവർ കാണുന്നത് എന്താ? അവർ കാണുന്നത് രാജ്യത്ത് മോദിയുടെ ഭരണം ഒഴിവാക്കുക, പുതിയൊരു ഗവൺമെൻറ് വരിക. അത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്റാണ് ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ സാധ്യതയുള്ളത്. അപ്പോൾ കേരളത്തിൽ ഞങ്ങളെന്ത് നിലപാട് സ്വീകരിക്കണം? ആ വിഭാഗം ചിന്തിക്കുകയാണ്. കോൺഗ്രസ് ജയിച്ച് വരുന്നതാണ് നല്ലതെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളത് നിങ്ങളുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരായ ഒരു വികാരമാണ് ഉയർന്നു വന്നതെന്നാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾക്കെതിരായല്ല, BJPയെയും മോദിയെയും പരാജയപ്പെടുത്തുക, ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക, അതിന് കോൺഗ്രസ് അടക്കമുള്ള സംവിധാനമാണ് രാജ്യത്ത് നല്ലത് എന്ന ചിന്ത അവർക്കുണ്ടാകുന്നു. ഇതാണ് ഉണ്ടായത്. ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കുന്നു, വെറുതെ ഒച്ചയുണ്ടായിട്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അത് ഇപ്പോൾ മാത്രം ഉണ്ടായതല്ല, ഇതാണ് 2019 ഉണ്ടായത്. 2019 രാഹുൽ ഗാന്ധി വന്നിറങ്ങി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊരു ചിത്രം ഉയർന്നു വന്നു. സ്വാഭാവികമായ ഒഴുക്കുണ്ടായി. സ്വാഭാവികമാണത്. തെറ്റായി ധരിക്കണ്ട, ഞങ്ങൾക്കെതിരായ വല്ലാത്ത വികാരമാണ് അതിനവരെ നയിച്ചത് എന്ന്. ഞങ്ങളങ്ങനെ കാണുന്നില്ല അതിനെ. അതാണ് ഒരു ഭാഗം. കാണുന്നില്ലേ ഞാൻ പറയുന്നത്. ഈ ഇരുന്നു കൊണ്ട് പറയുന്ന ആൾക്ക് കാണുന്ന എല്ലാവരും ഞാൻ പറയുന്നത്, ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കേട്ടത് വെച്ചൊന്ന് ആലോചിക്കാൻ തയ്യാറാണ്. അന്നേരം തന്നെ ബബ എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടിയാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കും. വേറൊരു വിഭാഗം ഞങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള വിപ്രതിപത്തിയുമില്ല. പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ബദൽ സംവിധാനം കോൺഗ്രസിന് നേതൃത്വത്തിൽ വരുന്നതാണ് നല്ലത്. അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക, UDF സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക എന്നവർ കാണുന്നു. അതിൽ ആ വിഭാഗത്തിൽ സമ്മർദ്ദം ചെലുത്താനും ഇടപെടാനും ഒക്കെ കഴിയുന്ന മേധാവികൾ തന്നെ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആളുകളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു, പറയാൻ പറ്റുന്നവരോടൊക്കെ. ഇതൊക്കെയാണ് നടന്ന കാര്യം, ഇതൊക്കെയാണ് സംഭവിക്കുന്ന കാര്യം. സ്വാഭാവികമായും അവരും നിങ്ങൾക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ വോട്ട് വാങ്ങിയതിലോ നിങ്ങൾ തൽക്കാലം ജയിച്ചതിലോ ഒന്നും ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നില്ല. കാരണം അതൊന്നും ഞങ്ങൾക്ക് നഷ്ടമാകുന്നൊരു കാര്യമല്ല. ഞങ്ങളും നിങ്ങളും ഗൗരവമായി കാണേണ്ട കാര്യം എങ്ങനെ BJP ഇവിടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ്. അത് ഗൗരവമായിട്ട് തന്നെ കാണും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പരാജയത്തെക്കുറിച്ചാണല്ലോ. നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 LDFന് 71,56,000 വോട്ടാണ് ലഭിച്ചത്.
ഞങ്ങൾക്ക് ഇപ്പോൾ 66,64,000 വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ 4,92,000-ൻ്റെ കുറവ് ഉണ്ടായി എന്നതാണ് വസ്തുത. 4,92,000 വോട്ട് 2019 നിന്ന് ഞങ്ങൾക്ക് കുറഞ്ഞു. ഈ എല്ലാ ആനുകൂല്യവും കിട്ടിയ നിങ്ങളുടെ സ്ഥിതിയോ? ആലോചിക്കാൻ പറയുകയാണ് ഞാൻ. 2019 96,29,000 വോട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് 90,17,000 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 6,11,000 വോട്ടിൻ്റെ കുറവ്. 6,11,840 അത് 12,000-അടുത്തെത്തും. അപ്പോൾ 4,92,000 കുറഞ്ഞ ഞങ്ങൾ, 6,11,000 കുറഞ്ഞ നിങ്ങൾ. ആരുടെ കുറവാണ് വലുത്? ഇതല്ലേ കണക്ക് നോക്കേണ്ടത്. ശതമാനം നോക്കിയാൽ 1 നിങ്ങൾ തോറ്റു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മഹാവിജയം നേടി. ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആ പരിശോധിക്കാൻ തയ്യാറാകണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് വേറൊരു ഭാഗത്തെ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ശതമാനം നോക്കിയാൽ 1.75% LDF കുറഞ്ഞു, 2.11% നിങ്ങൾക്ക് കുറഞ്ഞു. ഇത് വോട്ടിംഗ് നിലയിൽ വന്ന കുറവാണ്. അത് കാണാതിരിക്കരുത്. ഇവിടെ രാവിലെ ഒരു കണക്ക് പറഞ്ഞല്ലോ. 2019 ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് BJPക്ക് ലീഡുണ്ടായിരുന്നത്. അന്ന് നിങ്ങൾക്ക് 123 മണ്ഡലത്തിൽ ലീഡ് നേടാൻ കഴിയും. 2019 16 മണ്ഡലേ LDFന് ലീഡുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2024 ആയപ്പോൾ 11 മണ്ഡലമാണ് BJP ലീഡ് നേടിയിരിക്കുന്നത്. 111 മണ്ഡലം നിങ്ങൾ ലീഡ് നേടി. അപ്പോൾ നിങ്ങളുടെ ലീഡ് 123-ൽ നിന്ന് 111-ലേക്ക് എത്തി. ഞങ്ങളുടെ ലീഡ് ഞങ്ങളൊരു മെച്ചപ്പെട്ടതായിട്ട് കാണുന്നില്ല. പക്ഷേ 16-ൽ നിന്ന് 18-ലേക്ക് ഞങ്ങൾ പോയി. അതൊരു മെച്ചപ്പെട്ട എണ്ണമായിട്ട് ഞാൻ പറയല്ല. ഈ കണക്ക് നാം കാണണം. നിങ്ങളെ ഇവിടെ നാം ഗൗരവമായി കാണേണ്ട കാര്യം തൃശ്ശൂരിൻ്റെ വോട്ടിംഗ് നിലയാണ്. തൃശ്ശൂരിൽ എന്തുകൊണ്ടാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്? അത് നാം തമ്മിലുള്ള തർക്കവിതർക്കങ്ങൾക്കിടയിൽ തന്നെ എല്ലാവരും ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. പല ന്യായവാദങ്ങളും പരസ്യമായിട്ട് ഉന്നയിക്കാനുണ്ടാവും. നിങ്ങളുടെ ഇടയിൽ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 10% വോട്ട്, 9.8% വോട്ട് കൃത്യമായി പറഞ്ഞാൽ 2019-ൽ നിന്ന് നിങ്ങൾക്ക് കുറയാണ് ചെയ്തത്. എന്താ അവിടുത്തെ അവസ്ഥ? നിങ്ങളുടെ വോട്ടിംഗ് നിലയുടെ അവസ്ഥ? നിങ്ങൾ UDF നിയമസഭാ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ 2019-ലെ വോട്ട് നിലനിർത്താൻ അവിടുത്തെ 7 മണ്ഡലങ്ങളിൽ എവിടെ സാധിച്ചു? ഇപ്പോൾ ഗുരുവായൂർ 65,160 വോട്ടായിരുന്നു 2019-ൽ UDFനുണ്ടായിരുന്നു. ഇപ്പോൾ 57,925. 65,000 ഉണ്ടായിരുന്നവർ 57,000 ഈ തെരഞ്ഞെടുപ്പിൽ 24-ൽ. മണലൂർ LDF തോറ്റവരാണല്ലോ. നിങ്ങളല്ലേ ജയിച്ചവർ. ആ ജയിച്ചവരെവിടെ കിടക്കുന്നുവെന്ന് നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നല്ലോ. അപ്പോൾ
നിങ്ങൾക്കിത് പറഞ്ഞു കേൾക്കുന്നതിന് അസ്വസ്ഥത വേണ്ട. ഇത് ഞാൻ പറയാനുള്ളത് ഞാൻ പറയല്ലോ. അതിൻ്റെ അസ്വസ്ഥത വല്ലാതെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ മണലൂർ UDF തിരുവനന്തപുരത്തെ ശശി തരൂരിൻ്റെ വിജയവും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ഒരുപോലെയല്ല നാം കാണേണ്ടത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേചനം നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കാണേണ്ടത്. ഇവിടെ മണലൂരിൻ്റെ കേക്ക് UDF 63,420 വോട്ടാണ് 2019 അവിടെ ഇപ്പോൾ UDF 50,897. ഇതാണ് അവസ്ഥ. ഒല്ലൂരിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു സ്ഥലമാണത്. ഇതിൻ്റെ അവസാനം ഞാൻ പറയാം അതിനെപ്പറ്റി. അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ മണ്ഡലമായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, പ്രത്യേകം നമ്മളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് പറയാം. ഒല്ലൂര് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 63,000 ബാക്കിയുള്ള വിട്ടാടി 63,000 നിങ്ങൾക്കുള്ള വോട്ട്. ഇപ്പോഴ് എത്രയാ? 47,000. 63 നിന്ന് 47 നിങ്ങൾ താണു. ഒല്ലൂരിൽ പറയാം. ഇതാണ് വസ്തുത. തൃശ്ശൂർ 55,000 നിങ്ങൾക്ക് 2019. ഇപ്പോൾ 40,000. നാട്ടിക 52,000 2019. ഇപ്പോൾ നാട്ടികയിലൊരു അതെ 52,000 UDF 2019. ഇപ്രാവശ്യം കിട്ടിയത് 38,000. ഇതാണ് നാം കാണേണ്ട കാര്യം. ഇരിഞ്ഞാലക്കുട 57,000 UDF വോട്ട്. അത് 46,000 താണു. പുതുക്കാട് 56,000 UDF 2019 വോട്ട്. ഇപ്പോഴത് 42,000 താണു. അങ്ങനെയാണ് 2,93,000 വോട്ടിൽ നിന്ന് 4,15,000 വോട്ടിൽ നിന്ന് 3,28,000 വോട്ടിലേക്ക് താഴുന്ന അവസ്ഥയുണ്ടായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ വിജയം, എങ്ങനെയാണ് UDF ഈ തരത്തിൽ പുറകോട്ട് പോകാനും ആ വോട്ടുകൾ മാറിപ്പോകാനും ഇടയായത്. ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, UDF മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കാണണ്ട, എല്ലാ കാലത്തും അതേ അവസ്ഥയായിരിക്കുമെന്ന് കാണണ്ട. പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു. ഈ ചെറിയ ചെറിയ തർക്കങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം തയ്യാറാകേണ്ടതുണ്ട്. അങ്ങ് ഈ പണ്ട് EMS അമ്പൂരിപ്പാട് ചെയ്യുന്ന പോലെയാണ്, വലിയ തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ക് പറഞ്ഞിട്ടുള്ളൊരു, ഞാൻ വളരെ ഗൗരവത്തോടു കൂടി അങ്ങ് പറയണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഞങ്ങൾക്ക് നല്ല ഗംഭീരമായ വിജയം കിട്ടിയെങ്കിലും ഞങ്ങളുടെ 6 ലക്ഷം വോട്ട് കുറഞ്ഞു, നിങ്ങളുടെ 5 ലക്ഷം വോട്ട് കുറഞ്ഞു. അതാണ് വ്യത്യാസം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 2019 താരതമ്യപ്പെടുത്തിയത്. 2019 രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു?
അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വരുന്നു, UP അധികാരത്തിലേക്ക് വരും. മധ്യ തിരുവിതാംകൂറിൽ ശബരിമലയിലെ വിഷയം വളരെ രൂക്ഷമായി നിങ്ങൾക്കെതിരെ നിൽക്കുന്നു. ഈ രണ്ട് വിഷയമാണ് അന്നത്തെ വൻപിച്ച വിജയത്തിനുള്ള കാരണം. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലെ അന്തരീക്ഷം എന്താ? ശബരിമല ഇല്ലല്ലോ, ഇല്ല. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകം അന്നുണ്ടായിരുന്നത് ദേശീയ തലത്തിലെ ഈ സെക്കൻഡ് ഫേസാണ് കേരളത്തിലെ ഇലക്ഷൻ. സെക്കൻഡ് ഫേസ് കേരളത്തിലെ ഇലക്ഷൻ നടക്കുമ്പോൾ 400 സീറ്റോടുകൂടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും എല്ലാവരും പ്രചരിപ്പിച്ച് നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചിരിക്കുന്ന സമയം. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ 4ാമത്തെ ഘട്ടമായപ്പോഴാണ് ഇന്ത്യ മുന്നണി കയറി വരുന്നുണ്ടെന്നുള്ള തോന്നലുണ്ടായത്. ആ തോന്നൽ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ 20ൽ 20 സീറ്റും ജയിച്ചതിന് ഒരു സ്ഥലത്ത് തോക്കില്ല. വ്യത്യാസം മനസ്സിലാക്കണം. അന്ന് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലത്തെക്കുറിച്ചും പറഞ്ഞു. അങ്ങ് പരിശോധിക്കേണ്ടത്, ഞങ്ങളിത് പരിശോധിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞിരിക്കുന്ന പരിശോധിക്കണമെന്ന് ഉറപ്പായി പരിശോധിക്കും. അങ്ങയോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, അങ്ങയുടെ ജില്ലയിൽ അങ്ങയുടെ നിയോജകമണ്ഡലം ധർമ്മടം 60,000 വോട്ടിന് ശൈല ടീച്ചർ ജയിച്ച മട്ടന്നൂർ, കല്യാശ്ശേരി, പയ്യന്നൂർ, അപ്പുറത്ത് തൃക്കരിപ്പൂര്, ഉദുമ, തളിപ്പറമ്പ്, ഇതൊക്കെ ഒന്ന് അങ്ങുകൂടി ഒന്ന് പരിശോധിക്കണം. എവിടെ നിന്നാണ് ഇറോഷൻ? ഇനി തൃശ്ശൂരിലെ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ സുനിൽകുമാറിന് ഇത് അഭിപ്രായമല്ല ഈ സ്ഥാനാർത്ഥികൾ. അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. ഞങ്ങൾക്ക് 19 സ്ഥലങ്ങളിലും കിട്ടിയ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടുണ്ട്. കുറച്ചാളുകളിൽ ഞങ്ങൾക്ക് തരേണ്ട വോട്ടുകൾ സത്യമാണ്. അന്നല്ല 2 വിഭാഗത്തിൻ്റെ പോയിട്ടുണ്ട്. അതിലൊരു വിഭാഗത്തിൻ്റെ പോയത് നിങ്ങൾക്കാണ് വന്നത്, നിങ്ങൾക്കാണ് വന്നത്. പക്ഷേ സുനിൽകുമാറിൻ്റെ വോട്ടിൽ ആ അധികമായി കിട്ടിയ ഒരു 50,000-ഓളം വോട്ട് അത് കിട്ടാൻ വേറെ കാരണമുണ്ട് അദ്ദേഹത്തിന്. അത് റിഫ്ലക്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ആ 50,000 വോട്ടും നിങ്ങൾ കാണാത്ത എന്തുകൊണ്ടാണ്? CPM-ൻ്റെ വോട്ട് സുനിൽകുമാറിന് കിട്ടേണ്ടതിൻ്റെ ഇറോഷനായിരുന്നു BJP-യിലേക്ക്. നിങ്ങൾ ഒറ്റ സ്ഥലം പരിശോധിച്ചാൽ മതി, അന്തിക്കാട് പരിശോധിക്കും. ഇതേ തൊട്ടടുത്താണല്ലോ വ്യവസായ മന്ത്രിയുടെ ഇത് മാളയിലാണല്ലോ. അന്തിക്കാട് ഇന്ന് വരെ ഞങ്ങൾ പുറകെ പോയിട്ടില്ല. നിങ്ങൾ പുറകെ പോയിട്ടില്ല ഒരിക്കലും. അന്തിക്കാട് താഴെ പഞ്ചായത്തുകളിലെല്ലാം റവന്യൂ മന്ത്രിക്ക് അറിയാം, കംപ്ലീറ്റ് നിങ്ങളുടെ വോട്ട് മുഴുവൻ BJP-യിലേക്കാണ് പോയത്. CPM-ൻ്റെ വോട്ട് BJP-യിലേക്കുള്ള ഇറോഷൻ കൊണ്ടാണ് സുനിൽകുമാറിന് അധികമായി കിട്ടിയ വോട്ട് റിഫ്ലക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത്. ഇങ്ങനെയുണ്ടൊരു സംഭവം തൃശ്ശൂരിലെ കണക്ക് ഒന്ന് പരിശോധിക്കാൻ നന്നായിരിക്കും. ഞാൻ ഒറ്റ കാര്യം അങ്ങ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഏത് കണക്കങ്ങ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ 2009 ഇലക്ഷൻ, 2014 ഇലക്ഷൻ, 2019 ഇലക്ഷൻ, 2023 ഇലക്ഷൻ, ഈ 4 തെരഞ്ഞെടുപ്പുകൾ, അവസാനം നടന്ന 4 തെരഞ്ഞെടുപ്പുകൾ, കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് ഏതാ? കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് 4,14,541 വോട്ട് TN പ്രതാപന് കിട്ടിയ വോട്ട്. കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് ഏതാ? KP ധനപാലിന് കിട്ടിയ 3,50,000 വോട്ട്. അതിൽ നിന്ന് വോട്ട് വർദ്ധിച്ചിട്ടും 3,27,000 വോട്ടായി കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ പറഞ്ഞത് KP ധനപാലൻ 4 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ 3,50,000 മുതൽ 4,14,000 വരെ വോട്ട് പിടിച്ച കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF ഐക്യജനാധിപത്യ മുന്നണി 3,27,000 വോട്ടായി താഴത്തോട്ട് പോകുന്നതിൻ്റെ കഥയാണ് ഇവിടെ കണക്ക്. ഞങ്ങൾ അങ്ങനെയായിരുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും അവസാനം ഏറ്റവും കുറഞ്ഞത് ഈ 4 തെരഞ്ഞെടുപ്പിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ പാറ്റേണിലല്ല കാണേണ്ടത്. നിങ്ങൾ പറഞ്ഞ ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് എന്താ?